നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് ഈ രോഗം, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഇതെല്ലാമാണ് ഇന്ന് ആരോഗ്യരംഗത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയന രാജ്. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു രോഗത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. ഇത് എന്ത് വലിയ രോഗമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ? അപ്പോൾ എന്താണ് ഈ രോഗം, എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി എന്നതിനെ പറ്റിയിട്ട് എല്ലാവർക്കും കാര്യമായിട്ട് ഒരു അറിവുണ്ടായിരിക്കും. പ്രതിരോധ ശക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും വിധേനയുള്ള ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് അല്ലെങ്കിൽ തുരത്തി ഓടിക്കാനുള്ള ഏതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നു അതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ ഇവരെന്ത് ചെയ്യും, ഒരു ഫോറിൻ ബോഡി ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയും അതിനെ തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്ന ഒരു രോഗാവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ഡോക്ടർ, അപ്പോൾ പ്രതിരോധ ശക്തി അത് കൂടുതലായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലേ? കൂടുതലാവുക എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അതായത് ഇതും ഒരു ഫോറിൻ ബോഡിയാണ് എന്നുള്ള രീതിയിൽ തന്നെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജോയിന്റിന് ഏതെങ്കിലും വിധേന ഈ ജോയിന്റ് തന്നെ ഇതൊരു പുറമേ വന്നുള്ള ഒരു പദാർത്ഥമാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ വേണ്ടതല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പോലെ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു വേരിയേഷൻ തന്നെയാണ് ഇതിനെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കാവുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ജോയിന്റിനെ തന്നെ നമ്മുടെ ശരീരം തന്നെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നോക്കിയാലും നമുക്ക് നീർക്കെട്ട്, നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളെയും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അമിതമായിട്ടുള്ള ക്ഷീണം, എപ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു പനി, ശരീരത്തിൽ ഒരു ലോ ഗ്രേഡ് ഫീവർ എപ്പോഴും ഇവരുടെ ശരീരത്തിലുണ്ടാവും. കാരണം നമ്മളൊരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു തെർമോമീറ്റർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പനിയോ യാതൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും കാണില്ലെങ്കിൽ പോലും എപ്പോഴും അവർക്ക് സ്വയമേ എപ്പോഴും ഒരു പനിക്കുന്ന പോലുള്ള ഒരു തോന്നലൊക്കെ ഇങ്ങനെയുള്ളവർ പറയും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം പോലുള്ള ഒരു അവസ്ഥയും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്ന് വേണം പറയാനായി. ഒരുപാട് രോഗാവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക്. അപ്പോൾ അത് നമ്മൾ ഏതൊക്കെ തരത്തിലാണ് നമ്മളത് ബാധിക്കാറുള്ളത്? സാധാരണഗതിയിൽ ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കത് ഇപ്പോൾ ഈ ഒരു ഇത്രയധികം, കാരണം മുമ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പാരമ്പര്യമായിട്ടുള്ളൊരു ഘടകം മൂലം നമുക്ക് അടുത്തൊരു തലമുറയിലേക്ക് വരാം ഈ ഒരു രീതിയിലാണ് കാണാറുള്ളത് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്കതിൻ്റെ ആ ഒരു ഒക്കറൻസ് വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഇത് ചർച്ചയ്ക്ക് നമുക്ക് എടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. കാരണം മിക്ക ആളുകളും ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്ന് പോലും മിക്ക ആളുകൾ ഇത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ വ്യക്തമായി അറിഞ്ഞാലാണ് ഇതെങ്ങനെയാണ് ഓരോ അവയവത്തെയും ബാധിക്കുന്നത് എന്നുള്ളതും അതെങ്ങനെയാണ് മറ്റുള്ള രോഗാവസ്ഥകളിലേക്ക് എത്തുക എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുള്ളൂ. അപ്പോൾ ഇത് പറയുന്ന പോലെ നമ്മൾ സാധാരണഗതിയിൽ ഒരു അച്ഛനും അമ്മയിൽ നിന്നും ഒരു കുട്ടിക്ക് ഏകദേശം ഒരു 23,000 ജീനുകൾ മാത്രമാണ് ഒരു പാരന്റിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത്. മറ്റുള്ള എല്ലാ ജീനുകളും നമുക്ക് നമ്മുടെ ഒരു പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യന് നമുക്ക് ഈ ഒരു രീതിയിലുള്ള അവസ്ഥകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഈ ഒരു ജീവിത രീതികൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ഉള്ള രീതിയിലല്ല ഇപ്പോഴുള്ള ആളുകളുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ക്രമേണ പറഞ്ഞു വരുമ്പോൾ ഒരു ജീവിതശൈലി രോഗമായി നമുക്ക് കണക്കാക്കാം എന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി അത് അങ്ങനെയല്ല. എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതികൾ കാര്യമായിട്ട് ഈ ഒരു അവസ്ഥയെ ഉണ്ടാക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു രോഗാവസ്ഥയ്ക്ക്. നമുക്ക് എസ്പെഷ്യലി നമ്മുടെ കഴിക്കുന്ന ഫുഡുകൾ, നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളും നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇതൊന്നും നമ്മുടെ പ്രകൃതിയോട് തീരെ യോജിക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് മിക്കവാറും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഫുഡ് വഴി എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ് എന്ന് പറയുന്ന നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ഹോർമോൺ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് പലതും നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ചില ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഹോർമോൺസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത്, പല എൻസൈംസ് ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള പല ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട്.
നമ്മൾ എന്തിലും ഏതിലും വിഷമയമാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈവൻ നമ്മളത് ഓക്കെ നമ്മൾ വളരെ ഹെൽത്തി ആണ് എന്ന് ചിന്തിക്കുന്നവർ പോലും മിക്ക സമയങ്ങളിലും അവരുടെ ഭക്ഷണം അത്രയും കൃത്യമായിട്ടുള്ള ഒരു ഇതിലായിരിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നതും അത് ഈ രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഏത് അവയവത്തെയാണോ അത് ബാധിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആ ലക്ഷണങ്ങളെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയാനായി സാധിക്കുന്നത്. ഡോക്ടർ ഈ പറഞ്ഞ പോലെ തന്നെ അത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് താരതമ്യേന കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയും കുറവാണ്? ഒരിക്കലും അല്ല. നമുക്ക് പാരമ്പര്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്കൊരിക്കലും വരില്ല എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ബുദ്ധിമുട്ടുകളും കുറയ്ക്കാനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലോട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പലപ്പോഴും ഈ രോഗം കണ്ടെത്താൻ സമയമെടുക്കും, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വൈകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ അവയവങ്ങളെയും ബാധിക്കുമ്പോൾ ആ ലക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഏത് അവയവങ്ങളെയൊക്കെയാണ് ബാധിക്കാറുള്ളത്? നമ്മളൊരു ഉദാഹരണത്തിന് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു അവയവത്തെയാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ്, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ വരെ കാണുന്ന ഷുഗർ എന്ന് പറയുന്ന ആ ഒരു പ്രമേഹ രോഗത്തെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ആയി നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അത് യൂഷ്വലി നമുക്ക് മിക്കവാറും ജന്മന തന്നെ കുട്ടികൾക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ജുവനൈൽ ഡയബറ്റീസ് പോലുള്ള ഇഷ്യൂസ് തുടക്കം മുതലേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു കുട്ടി എത്രത്തോളം മധുരം കഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത് തന്നെ നമുക്ക് ജോയിൻറ്റിലാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം പോലുള്ള ഒരു കണ്ടീഷനായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ധാരാളം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന അസുഖങ്ങൾ ഒരുപാടാണ്. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് തൈറോയ്ഡ് പ്രശ്നങ്ങളാണ്. അതിൽ തന്നെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളെ നമ്മൾ സാധാരണ ഉള്ള അസുഖങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചികിത്സിക്കാനും അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ജസ്റ്റ് ഏതെങ്കിലും ഒരു മരുന്നുകൾ കഴിച്ച് അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല നമ്മളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന ഇമ്മ്യൂണോ സപ്രസൻസ്, അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാറ്റഗറിയുള്ള അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ്. കാരണം മിക്ക ആളുകൾക്കും ഇതിൽ ഏത് കണ്ടീഷനാണെങ്കിലും ചെറിയ നീർക്കെട്ട്, എപ്പോഴും ഈ ഒരു നീർക്കെട്ട് അവരുടെ ശരീരത്തിൽ പ്രസൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അത് മാറ്റിയെടുക്കുക എന്നുള്ളതിന് ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു പെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും സ്റ്റിറോയിഡൽ മെഡിക്കേഷൻസ് അവിടെ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്നത് കൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും മറ്റുള്ള രോഗാവസ്ഥകൾ പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയും കൂടുതലായിട്ടാണ്. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള മറ്റൊരു അവസ്ഥയാണ് നമ്മൾ യൂഷ്വലി കാണുന്ന IBS, നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ഇതിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മറ്റൊന്നാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. എന്നാൽ ചില ആളുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ യാതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഹൈജീൻ ഫാക്ടേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും. എന്നാലും അവർക്ക് റെക്കറൻ്റ് ആയിട്ട് ഈ രീതിയിലുള്ള ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മന്തിൽ തന്നെ അവർ 2-3 വട്ടം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ രീതിയിൽ വന്നു തുടങ്ങുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണോ എന്ന് നമുക്കവിടെ സംശയിക്കാനായി സാധിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസാണ് മിക്ക ആളുകൾക്കും. അതുപോലെ തന്നെയാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കവാറും ഇത് കണ്ടുപിടിക്കാൻ തന്നെ അല്പം താമസിക്കാറുണ്ട്. സാധാരണ നമ്മളൊരു വാദത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് എന്നുള്ള രീതിയിലൊക്കെ മിക്ക ആളുകളും ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലർ വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ സ്വയമേ പോയി എന്തെങ്കിലും തൈലൊക്കെ വാങ്ങി തേക്കുക. ഇതൊക്കെ നോക്കിയിട്ടും അവർക്ക് ഈവൻ ഡോക്ടറെ കണ്ട് അവരൊരു പെയിൻ മെഡിക്കേഷൻ എടുത്താൽ പോലും മിക്ക ആളുകൾക്കും അതിലൊരു പെയിൻ റിലീഫ് തോന്നാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരിക്കലും സിംറ്റംസിലൂടെയാണോ ഡോക്ടർ നമ്മളത് മനസ്സിലാക്കേണ്ടത്? നമ്മളത് കൂടുതലും ഡോക്ടേഴ്സിൻ്റെ കീൻ ഒബ്സർവേഷൻ തന്നെയാണ് അവിടെ വേണ്ടത്. കാരണം മിക്ക ആളുകൾക്കും ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ യൂഷ്വൽ ഒരു ട്രീറ്റ്മെൻറ്റ് ലൈനിലേക്ക് പോകുമ്പോഴും അവർക്ക് കാര്യമായിട്ട് അവരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് എന്തുകൊണ്ടാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് യൂഷ്വലി കണ്ടുവരുന്നത് എപ്പോഴും അവരുടെ ESR ഹൈ ആയിരിക്കും.
എത്ര എൻ്റെ രാവിലെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും മിക്കവാറും ESR വളരെ ഹൈ ആയിട്ട് കാണാം. അതുപോലെ തന്നെ C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ CRP അതുപോലെ തന്നെ അവർക്ക് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കാം, ആവാതിരിക്കാം. അപ്പോൾ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, കൂടുതലും ഈ ലക്ഷണങ്ങൾ വഴിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്രോഡ് ടേമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി ക്രമീകരണം വളരെ അനിവാര്യമായ ഒരു അസുഖമാണ് എന്ന് മാത്രമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ, ഇപ്പോൾ ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ സംശയിക്കേണ്ടത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ടെസ്റ്റ് ചെയ്യണോ എന്ന് ഏതൊരു സാഹചര്യത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ പിന്തുടരുന്ന ഒരു വ്യക്തിയിൽ പോലും നമുക്ക് കാര്യമായിട്ടൊരു മാറ്റം വരുന്നില്ല. മിക്ക രോഗികളും, ചില ആളുകളൊക്കെ വന്ന് പറയുന്നത് കേൾക്കാം, എല്ലാ ചികിത്സാ രീതികളും നമ്മൾ നോക്കി, നമുക്കിതൊക്കെ ചെയ്തിട്ടും എനിക്ക് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വരുന്നില്ല. എന്ത് കഴിച്ചാലും നമുക്ക് തൽക്കാലം ഒന്ന് കുറയും, അതേപോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ അസുഖത്തിൻ്റെ ഒരു തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സംശയിക്കാം, ഇത് ഈ രീതിയിലുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ആണോ. അതുപോലെ മറ്റൊരു നമുക്ക് എടുത്തു പറയേണ്ട ഒരു എന്താ പറയുക, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് SLE എന്ന് പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എടുത്തു കാണാവുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് എസ്പെഷ്യലി സ്ത്രീകൾക്കാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ നമുക്കൊരു കരിവാളിപ്പ് ഇങ്ങനെ നമുക്ക് എടുത്തു കാണാം. ചില ആളുകളെയൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഈ ഒരു രീതിയിലുള്ള ഒരു കരിവാളിപ്പ് അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് SLE ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ പാൻക്രിയാസ് ആണെങ്കിൽ അതിൽ ഡയബറ്റീസ് ആണ്, ജോയിൻ്റ് ആണെങ്കിൽ RA ആണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ SLE എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാ അവയവങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കുറച്ചുകൂടി സീവിയർ ആയിട്ടുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആ രോഗാവസ്ഥയാണ്. അപ്പോൾ മിക്കവാറും ഈ SLE എടുത്തൊരു ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് മിക്കവാറും എല്ലാ ഓർഗൻസിനെ അവരെ ബാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകൾ എന്ത് ചെയ്യുമ്പോഴും എല്ലാ വാല്യൂസും ഹൈ ആയിട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഈ പറയുന്ന SLE ആണോ എന്ന് സംശയിക്കും. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥയ്ക്ക് സോറിയാസിസുമായിട്ട് എന്തെങ്കിലും? തീർച്ചയായിട്ടും സോറിയാസിസ് നമുക്ക് ഒരു രീതിയിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. കാരണം മിക്കവാറും ഇങ്ങനെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് എടുത്തു പറയുമ്പോൾ നമ്മൾ ഇഡിയോപ്പത്തിക് റീസൺസ് ആയിരിക്കും. ഇഡിയോപ്പത്തിക് റീസൺസ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടൊരു കാരണം അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഈ സോറിയാസിസ് എന്നത് ഇങ്ങനെ എനിക്ക് വന്നു എന്നുള്ളത് മിക്ക ആളുകൾക്കും ഒരു സംശയമാണ്. കാരണം അവരെല്ലാം കൊണ്ടും കൃത്യമായിട്ടുള്ള ജീവിത രീതികളായിരിക്കും. എന്തൊക്കെയാണെങ്കിലും എനിക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് പറയുമ്പോൾ നമുക്കും ചില സാഹചര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാറില്ല. അത് ഈ ഇഡിയോപ്പത്തിക് റീസൺസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്തോ ഒരു കാരണം, ഈ ഒരു കാരണം മേ ബി ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ജീൻ മൂലമാവാം, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാരമ്പര്യമായിട്ടുള്ള ഘടകം, നമുക്കിത് വരാൻ സാധ്യതയുള്ള ഒരു പാരമ്പര്യ ഘടകം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് ക്യാൻസറിൻ്റെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സോറിയാസിസുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ക്യാൻസറുമായിട്ട് ഈ ഒരു രോഗത്തെ കണക്ട് ചെയ്യാനായിട്ടുള്ള യൂഷ്വലി നമുക്ക് ക്യാൻസറായിട്ട് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ക്യാൻസർ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മളൊരു ബ്രോഡ് ടേം ആയിട്ട് എടുക്കുകയാണെങ്കിൽ പലതും നമ്മുടെ ഒരു ജീവിത ശൈലിയുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് പോകാവുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരുന്നു, പല രോഗങ്ങളും പെട്ടെന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ശരീരം കൂടിയാണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. മിക്ക ആളുകൾക്കും ഇതിനോട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈവൻ ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അഥവാ കൺസീവ് ആയാൽ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഇനി സസ്റ്റെയിൻ ആയാൽ തന്നെ നമുക്ക് ഇൻട്രാ യൂട്രൈൻ ഡെത്ത് വരെ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ മിക്കവാറും ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരുവിധം എല്ലാ ടെസ്റ്റുകളും ചെയ്തു എന്നിട്ടും അവർക്കിത് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിരിക്കാം എന്ന് നമുക്ക് സംശയിക്കാം. അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമ്മളത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. കമ്പാരിറ്റീവ്ലി സ്ത്രീകൾക്കാണോ കൂടുതൽ വരാനുള്ള സാധ്യത? നമുക്ക് ഈ ഒരു കണ്ടീഷൻ സ്ത്രീകളെയാണ് കൂടുതലായി ബാധിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി XX ക്രോമസോമാണ് ഒരു സ്ത്രീ ആണെങ്കിൽ ഉണ്ടാവുക, അത് തന്നെ പുരുഷന്മാർക്ക് XY ക്രോമസോമാണ്. അപ്പോൾ ഇതിൽ തന്നെ X ക്രോമസോമാണ് ഈ ഒരു രീതിയിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരിയർ ആയിട്ട് വരുന്നത് X ക്രോമസോമാണ്. സോ അത് സ്ത്രീകൾക്കാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാൽ പോലും
പുരുഷന്മാരിലും ഇത് വരാറുണ്ട്. ഏതൊക്കെ ടെസ്റ്റുകളാണ് ഡോക്ടർ സാധാരണയായിട്ട് നമ്മളിത് കണ്ടെത്താനായിട്ട് ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ അല്ലെങ്കിൽ ESR നമ്മൾ നോക്കാറുണ്ട്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കാറുണ്ട്. ആക്ച്വലി ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് തന്നെയാണ് അവിടെ ആവശ്യം വരിക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾക്ക് ഇതിലെല്ലാം നോർമലായിട്ട് പോലും അതൊരു ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആവാനുള്ള സാധ്യത നമുക്കവിടെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈവൻ ഇനി ഇത് കണ്ടുപിടിക്കപ്പെട്ടാൽ പോലും ഇതിന് വലിയൊരു ട്രീറ്റ്മെൻറ്റ് ലൈനല്ല കൂടുതൽ. നമ്മുടെ ബോഡിയെ ഇപ്പോൾ നമ്മളൊരു ആയുർവേദത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ലൈന് വേണ്ടത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇതിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറൻറ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്കുള്ള സിംറ്റമാറ്റിക് റിലീഫ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ആ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് താൽക്കാലികമായിട്ടുള്ളൊരു വ്യത്യാസം മാത്രമാണ് കാണിക്കുന്നത്. അത് ക്രമേണ അടുത്ത ഓരോ അവയവങ്ങളെ ബാധിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഓരോരോ സിംറ്റംസും കൂടി വരാനുള്ള ഒരു കാരണമാവാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അതിനേക്കാൾ ഉപരി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ജീവിതശൈലി ക്രമീകരണം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ എസ്പെഷ്യലി ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭക്ഷണ രീതികളാണ്. ഈ ഭക്ഷണ രീതികൾ നമുക്ക് ഒരു കാരണവശാലും നമ്മളത് കൃത്യമായി ശ്രദ്ധിക്കാതെ വരുമ്പോൾ തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യുന്നത്. പല രീതിയിലുള്ള മ്യൂട്ടേഷൻ ഓഫ് ജീൻസ് സംഭവിക്കുകയും അത് ഈ പറയുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ. മറ്റൊന്നാണ് എൻവയൺമെൻറ്റൽ ഹസാർഡ്സ്. നമുക്ക് ഏതെങ്കിലും വിധേന നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും രീതിയിലുള്ള മൈനുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു അലുമിനിയത്തിൻ്റെ ഒരു പൗഡർ അവരുടെ ശരീരത്തിൽ കിടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെയാണ് സിഗരറ്റ് സ്മോക്കിങ്ങും ഇതിൻ്റെ ഒരു കോസറ്റീവ് ഫാക്ടർ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ അതൊരു മാക്സിമം ലങ് ക്യാൻസർ ഉണ്ടാക്കുമായിരിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും ധാരണ. പക്ഷേ പല രീതിയിലും നമ്മുടെ ഒരു ജീനുകളെ ഇത് ബാധിക്കുകയും മറ്റു പല നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാക്കുന്നതിനും ഈ പറയുന്ന കണ്ടീഷൻ ഒരു കാരണം തന്നെയാണ്. ഡോക്ടർ, മുടികൊഴിച്ചിൽ സർവ്വസാധാരണമാണ്. അതിപ്പോൾ മുടി കൊഴിയുമ്പോൾ അത് നമ്മൾ വലിയൊരു രോഗത്തിന്റെ ലക്ഷണമായിട്ടൊന്നും ഒരു തുടക്കത്തിൽ കണക്കാക്കാറില്ല. പക്ഷേ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തെക്കുറിച്ച് ആ മുടികൊഴിച്ചിലുമായിട്ട് നമ്മളതൊരു ലക്ഷണമായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ? നമ്മുടെ ഒരു ലക്ഷണം തന്നെയാണ്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു കാണിക്കുന്ന ഒരു ലക്ഷണമാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ അലോപേഷ്യ ഇരിയേറ്റ എന്ന് പറയുന്ന നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ചില ആളുകൾക്ക് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. നമ്മൾ അലോപേഷ്യ ഇരിയേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് കോറിലേറ്റ് ചെയ്യാറുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഇത് എന്തൊക്കെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്കത് മാറി വരുന്നതായിട്ട് കാണാറില്ല. അതുപോലെ മറ്റൊരു അവസ്ഥ തന്നെയാണ് നമ്മൾ കഷണ്ടി എന്നൊക്കെ പറയുന്നതും. നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനിതകമായിട്ടുള്ള ഒരു ജീൻ ഫാക്ടറിൻ്റെ ഒരു കാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട്. കാരണം ചില അസുഖങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും ട്രീറ്റ്മെൻറ്റ് എടുത്താലും മാറില്ല എന്ന് പറയും. നമ്മൾ അസുഖയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുമ്പോഴും ചില കണ്ടീഷൻസ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. എന്ന് കരുതി നമ്മളത് ഒരിക്കലും വരില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരുപാട് അത് പ്രൊലോങ് ചെയ്യാനായി സാധിക്കാറുണ്ട് മരുന്നുകൾ ഉപയോഗിച്ചിട്ട്. പക്ഷേ ചില കേസുകളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ജീൻ ഫാക്ടറിൻ്റെ അത്രയും പ്രോമിനൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മരുന്നുകൾ കൊടുത്താലും നമുക്ക് വിചാരിച്ച രീതിയിലൊരു മാറ്റം അവിടെ കിട്ടാറില്ല. അപ്പോൾ ഈ ഹെയർ ലോസ് എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന ക്ലിനിക്കൽ കണ്ടീഷൻസിൻ്റെ ഒരു ലക്ഷണമാണ് ഹെയർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയും വെള്ളം മാറി കുളിച്ചിട്ടായിരിക്കാം, അങ്ങനെ സിമ്പിളായിട്ടുള്ള കുറേ കോസ് ഉണ്ടെങ്കിൽ പോലും മിക്കവാറും ഇതെല്ലാം അവസാനം ചെന്നെത്തുക എന്തെങ്കിലും ഒരു ക്രോണിക് കണ്ടീഷൻസിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോരുത്തരായാലും നമ്മൾ മിക്കവാറും ചില കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, പക്ഷേ അത് പിന്നീട് ഏതെങ്കിലും മറ്റുള്ള രോഗാവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും ഡയഗ്നോസിസിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. മിക്ക ആളുകളും ലക്ഷണങ്ങൾ സബ്സൈഡ് ചെയ്യാനുള്ള മെഡിസിൻസ് കഴിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ക്യാൻസറിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏർലി ഡയഗ്നോസിസ് ആണെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് ക്യാൻസറിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. മിക്ക ആളുകളും അത് വൈകുന്നത് കൊണ്ടാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതും അതൊരു ക്രോണിക് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ചില ടൈപ്പ് ഓഫ് ക്യാൻസറിൽ ഒരു ലക്ഷണമാണ് നമ്മൾ ഇടയ്ക്കിടെ വന്നു പോകുന്ന പനി. ശക്തിയായിട്ടുള്ളൊരു പനിയൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പനിച്ച് പോവുക എന്നുള്ളത് ഒരു ക്രോണിക് ആയിട്ടുള്ളൊരു ഫീവർ മിക്ക ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. ലുക്കീമിയ പോലുള്ള ക്യാൻസറിനൊക്കെ എസ്പെഷ്യലി ഈ ഒരു ലോ ഗ്രേഡ് ഫീവർ റെക്കറൻ്റ് ആയിട്ട് വന്നും പോയൊക്കെ ഇരിക്കാറുണ്ട്. യൂഷ്വലി എല്ലാവരും പനി വന്നാൽ എന്താ ചെയ്യുക, എന്തെങ്കിലും പാരസിറ്റമോൾ അവർ
യൂഷ്വലി അതെടുത്ത് കഴിക്കും. അപ്പോൾ അത് ആ ലക്ഷണത്തെ അവിടെ സബ്സൈഡ് ചെയ്തു. അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പറയുമ്പോഴും മിക്കവാറും ഇതൊന്നും നമ്മൾ പറയുക പോലും ഇല്ല. അപ്പം നമ്മൾ തിരിച്ചറിയാനും അവിടെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പല കാര്യങ്ങളും നമ്മളൊരു ഡയഗ്നോസിസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധേന നമുക്ക് തോന്നുകയാണ് ഇത് നോർമൽ അല്ല എന്നുള്ള രീതിയിൽ സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥയുടെ സിവിയർ കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എന്താ ഒരു തൈറോയ്ഡ് എന്നുള്ളൊരവസ്ഥ മാത്രമായിട്ട് കണക്കാക്കി ഒരു തൈറോനോം പോലെ ടാബ്ലറ്റ്സും ഇതൊക്കെ കഴിച്ച് നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് നോർമലി ഒരു കൺസീവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. ഇതോടൊപ്പം മിക്കവാറും ഇങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് എന്തെങ്കിലും ഫൈബ്രോയിഡിൻ്റെ പ്രസൻസ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി, അഥവാ പീരീഡ്സ് ആയാൽ പോലും ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവാറുള്ളത്. പിന്നെ നേരത്തെ രമി സൂചിപ്പിച്ചതുപോലെ തന്നെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചറിയാം ഭയങ്കര അമിതമായിട്ടുള്ള ക്ഷീണമായിരിക്കും. അമിതമായിട്ടുള്ള ക്ഷീണമാണ്. അതോടൊപ്പം തന്നെ ചില സമയത്ത് നമുക്കൊരു ലൈറ്റ് ഹെഡഡ്നെസ്, അതായത് തലയ്ക്കൊരു ഭാരം കുറഞ്ഞതുപോലുള്ള തോന്നൽ, അല്ലെങ്കിൽ തല ചുറ്റുന്നത് പോലെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒരു തലചുറ്റൽ പോലെ, അങ്ങനെയുള്ള ക്ഷീണം, ബുദ്ധിമുട്ടുകൾ, ലോ ഗ്രേഡ് ഫീവർ, ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കമ്പാരിറ്റീവ്ലി അവർക്ക് മറ്റ് പല അവസ്ഥകളിലേക്ക് മിക്കവാറും ഇതിനൊക്കെ ഓരോരോ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹോർമോൺ ടാബ്ലറ്റ്സ് ആയിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ക്രമേണ മറ്റുള്ള എല്ലാ അവയവങ്ങളെ ബാധിക്കുകയും അവർക്ക് കമ്പാരിറ്റീവ്ലി ഒരു ആരോഗ്യം എന്ന് പറയുന്ന അവസ്ഥ നഷ്ടപ്പെടുകയാണ് ഇതിൻ്റെ ഒരു ക്രോണിക് ആയിട്ടുള്ളൊരവസ്ഥ എന്ന് പറയുന്നത്. അതായത് മിക്കവാറും ഓരോ രീതിയിലുള്ള അസുഖങ്ങൾ വന്നും പോയും ഇരിക്കുക എന്നുള്ളൊരവസ്ഥ. ഡോക്ടർ, ഇത് നേരത്തെ ഡോക്ടർ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മാറ്റുക അല്ലെങ്കിൽ വരാതിരിക്കാൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പോംവഴി അല്ലേ? അതെ. അതോടൊപ്പം തന്നെ ഭക്ഷണരീതികൾക്ക് ഈ ഒരു കണ്ടീഷനിൽ വളരെ പ്രസക്തി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള ആളുകൾക്ക് നമ്മൾ ആദ്യം ഈ ഗ്ലൂട്ടമിൻ പോലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം നമ്മളൊരു സ്ട്രിക്റ്റ് ഡയറ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള രോഗാവസ്ഥയിൽ മിക്കവാറും അത്യാവശ്യമാണ്. ചില കണ്ടീഷനിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു അയവ് കൊടുക്കാറുണ്ട്, അത് കുഴപ്പമില്ല, ചെറിയ അളവിൽ വേണമെങ്കിൽ കഴിച്ചോളൂ എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഒരു രീതിയിലും നമ്മൾ ഭക്ഷണത്തിൽ വേരിയേഷൻ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ എല്ലാവരും ഗോതമ്പ് കഴിക്കാൻ എല്ലാവർക്കും പേടിയില്ലാത്തൊരു ഭക്ഷണമാണെങ്കിലും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ നമ്മൾ വീറ്റ് ആൻഡ് വീറ്റ് പ്രൊഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പാലുൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ ടിൻഡ് ഫുഡ്, ഏതെങ്കിലും രീതിയിലുള്ള അഡിറ്റീവ്സ്, കളറിങ് ഏജൻസ്, ഇതൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു കണ്ടീഷൻ എത്രത്തോളം സീവിയർ ആവുമോ അത്രത്തോളം സീവിയർ ആവാനുള്ള ഒരു സാധ്യത അവിടെ കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രോയിലർ ചിക്കൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. സ്വീറ്റ്നേഴ്സും അതുപോലെ തന്നെ പരമാവധി നമ്മൾ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കാനായിട്ട് അവിടെ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പിന്നെ നമ്മൾ ഈ ബ്രെഡ് പോലുള്ള കാര്യങ്ങൾ, മൈദ അല്ലെങ്കിൽ ഏതെങ്കിലും ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് വേണ്ടത്. നമ്മൾ കുറയ്ക്കുക എന്നല്ല അവിടെ പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ വേണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികളാവട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ പൾസസ് ആൻഡ് ലെഗ്യൂംസ് ഇവർക്ക് നല്ല രീതിയിൽ അവർക്ക് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അവരുടെ ഡയറ്റിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷണങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക് റെക്കറൻ്റ് ആയിട്ട് UTI വരുന്ന ആളുകൾക്ക് ഈ ഒരു രീതിയിലുള്ള മാനേജ്മെൻറ്റ് ഡയറ്റ് റെസ്ട്രിക്ഷൻ കൂടി കൃത്യമായി പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ 90% ഇവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാനായി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന രോഗങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സിംറ്റംസ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്വയം നമ്മുടെ ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതോടൊപ്പം നമ്മുടെ ഭക്ഷണ രീതികളിലുള്ള മാറ്റവുമാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.